അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൺമാസ്കിംഗ് അനോമലീസിന്റെ അൺലോക്കിംഗ് സയൻസ് സീരീസിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ആളുകളും വിഷാദ രോഗം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ. പിന്നെ ആരായാലും നിങ്ങളായാലും എല്ലാവരും ഈ രോഗം സമൂഹത്തിൽ നിന്ന് മുഴുവനായിട്ട് തുടച്ചു നീക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു ഡിപ്രഷൻ എന്ന വിഷയത്തെക്കുറിച്ച് നിർബന്ധമായിട്ടും നമ്മൾ ഓരോ ആളുകളും അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ രീതിയിൽ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് ഈ വിഷാദ രോഗം എന്നുള്ളത്, ഡിപ്രഷൻ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലും നമ്മളുടെ കൂട്ടത്തിലും ഒരുപാട് ആളുകൾ ഈ വേദന, ഈ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് വിഷാദ രോഗം? വിഷാദ രോഗത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, വിഷാദ രോഗം എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രയാസമല്ല. അപ്പോൾ നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ ഒരു പ്രയാസം ഉണ്ടാവും, ഒരു വേദന ഉണ്ടാവും. ചിലപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു പ്രയാസം ഇല്ലാതായിട്ട് മാറും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയെ പറയുന്ന പേരല്ല ഡിപ്രഷൻ എന്നുള്ളത്. വളരെ തീവ്രമേറിയതും ഒരുപാട് കാലം തുടർച്ചയായിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു മാനസികാരോഗ്യ അവസ്ഥ. ഇത് നമ്മളുടെ ചിന്ത, വികാരം, ദൈനംദിന ജീവിതം ഇതിനെ മുഴുവനായിട്ടും തകരാറിലാക്കുന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. നമ്മൾ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിൽ താല്പര്യമില്ലാതായിട്ട് മാറുക, അതേപോലെ തന്നെ ഉറക്കമില്ലാതായിട്ട് മാറുക, നിസ്സഹായത തോന്നല്, ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാരണം പോലും ഇല്ലാതെ ഈ ഡിപ്രഷൻ വരുന്നുള്ളതാണ്. ഡിപ്രഷൻ വരാനായിട്ട് പ്രത്യേകിച്ച് കാരണം പോലും ആവശ്യമില്ല. അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നല്ലത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ചില മാസങ്ങൾ കടന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും, ഇത്തരത്തിൽ ലക്ഷണമുള്ള പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വല്ല സൈക്കോളജിസ്റ്റിനെയോ മറ്റോ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ രോഗത്തിനും അതിൻ്റെതായിട്ടുള്ള ചികിത്സയുണ്ട്. ഇതിനും ചികിത്സ ലഭ്യമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഒട്ടും മടി കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ മതവിശ്വാസിയാണോ? നമ്മൾ ആത്മീയതയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? അതേപോലെ തന്നെ നമ്മൾ മതവിശ്വാസിയല്ലേ? നമ്മൾ ആത്മീയതയിൽ ജീവിക്കാത്ത, മതരഹിതനായി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ കാര്യങ്ങളും മാനസിക ആരോഗ്യവുമായിട്ട്, ഈ ഡിപ്രഷനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് നോക്കാൻ പോവാണ്. നിങ്ങൾ അവലോകന പഠനം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരുപാട് പഠനങ്ങൾ, ഇപ്പോൾ നമ്മൾ 1-2 പഠനങ്ങളല്ല, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസി ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഒരു പഠനം 2 പഠനം നടത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു ഗവൺമെന്റ് ബോഡി ആണെങ്കിൽ അവർ വേറെ പഠനം നടത്തുന്നുണ്ടാവും. യൂണിവേഴ്സിറ്റികൾ വേറെ പഠനം നടത്തുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ ഏജൻസികളും യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ഓരോ പഠനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. ഈ അവലോകന പഠനം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക കാലയളവിലുള്ള മുഴുവൻ പഠനങ്ങളും എടുത്തിട്ട് ആ പഠനങ്ങൾ മൊത്തത്തിൽ എന്താണ് പറയുന്നത്, അതിൽ എത്രത്തോളം ഇതിലേക്ക് യോജിച്ച് നിൽക്കുന്നുണ്ടെന്ന് മൊത്തത്തിൽ കണക്കാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അവലോകന പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഒരു അവലോകന പഠനം കേട്ടോ, 1960 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മതവിശ്വാസവും ഡിപ്രഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള 100 കണക്കിന് പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റഡിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഓസ്ട്രിയയിലെ സിഗ്മണ്ട് ഫ്രീഡ് യൂണിവേഴ്സിറ്റിയിലെ റാഫേൽ ബൊണേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടി 2012 ഈ ഒരു അവലോകന പഠനം നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ 444 പഠനങ്ങളാണ് അവർ ഈ ഒരു അവലോകന പഠനം നടത്താൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ പഠനത്തിന്റെ റിസൾട്ടിലേക്ക് നോക്കാം. നിങ്ങൾ കാണുന്ന ചാർട്ട് കാണുന്നുണ്ടല്ലോ, ഈ ഒരു പൈ ചാർട്ട് 61% എഴുതിയിട്ടുണ്ട്, 32% പിന്നെ 6% ഉണ്ട്. 61% പറയുന്നത് എന്താ, മതവും ഡിപ്രഷനും തമ്മിൽ കൃത്യമായിട്ട് ബന്ധമുണ്ട്. അതായത് മതവിശ്വാസം കൂടുന്നതിനനുസരിച്ച് ഡിപ്രഷൻ കുറയുമെന്നുള്ള 61% പഠനങ്ങളും, 444 പഠനങ്ങളിൽ 61% പഠനവും അതാണ് പറയുന്നത്. മാത്രമല്ല ഇതിനകത്തുള്ള ഈ 444 പഠനങ്ങളിൽ കുറച്ചുകൂടി ആധികാരികമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പഠനങ്ങൾ മാത്രം എടുത്തിട്ട് അവർ സെപ്പറേറ്റ് ആയിക്കൊണ്ട് അവർ നോക്കിയ സമയത്ത് അവർ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 61% നിന്ന് 67% മാറി എന്നുള്ളതാണ്. വീണ്ടും 6% കൂടി എന്നുള്ളതാണ്. 67% പഠനങ്ങൾ പറയുന്നത് മതവിശ്വാസം കൂടുന്നതിനനുസരിച്ച് ഡിപ്രഷൻ കുറയുമെന്നുള്ളതാണ്. ഇതിൽ 32% കാണുന്നുണ്ട്, അത് ന്യൂട്രലാണ്. അതായത് മതവിശ്വാസവും ഡിപ്രഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതാണ് 32% പഠനങ്ങൾ. പിന്നെ 6% പഠനം പറയുന്നത് മതവിശ്വാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഡിപ്രഷൻ കൂടുമെന്നുള്ളതാണ്. നമ്മൾ ഈ 6% കാണുന്ന സമയത്ത് വളരെ കുറച്ച് % ആണെങ്കിലും നമുക്ക് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാലോ. ഈ 6% പോലും ഇത് മതത്തിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ടിട്ടുള്ള ഒരു റിസൾട്ട് അല്ല. കാരണം ഇത് 2 വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് അവർ കുറ്റബോധമുള്ള വിശ്വാസികൾ. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും മുന്നോട്ട് പോകാനും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള കുറ്റബോധം.
അതായത് മതത്തിന്റെ കുഴപ്പമല്ല, ഇത് വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമാണ് അല്ലെ. ഒരു വ്യക്തിക്ക് എന്ത് പറ്റുന്നില്ല, അയാൾക്ക് മതവിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മതവിശ്വാസം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് സാരം. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ അവര് ഓൾറെഡി ഡിപ്രഷനുള്ള ആൾക്കാരാണ്. അവർക്ക് ഡിപ്രഷൻ ഓൾറെഡി ഉണ്ട്. പിന്നീട് അവരെന്ത് ചെയ്യാണ്, മതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മതം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. 6% രണ്ട് കാര്യങ്ങളും മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല ശരിക്കും വരുന്നത്, മതത്തിന് അനുകൂലമായി കൊണ്ട് തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഭൂരിഭാഗം പഠനങ്ങളും തെളിയിക്കുന്നത് എന്താണ്, മതവിശ്വാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഡിപ്രഷൻ കുറയുന്നുള്ളത്. ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ, മതരഹിതരായി കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ 444 പഠനങ്ങളിൽ ഒരു പഠനം നമുക്ക് നോക്കാട്ടോ. ഇത് കൊളംബിയ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനമാണ്. ഇത് ഒരു വർഷം നീണ്ട പഠനമോ 2 വർഷം കൊണ്ടുണ്ടാക്കിയ പഠനമല്ല, 10 വർഷം നീണ്ടു നിന്നിട്ടുള്ള വലിയൊരു കാലയളവിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ പഠനമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള ഈ പഠനം. ഈ ഒരു പഠനത്തിന് തുടക്ക സമയത്ത് ഈ പഠനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളോട് അവർ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, മതവിശ്വാസവും ആത്മീയതയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാണുന്നത്, എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നിങ്ങൾ കാണുന്നത് എന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പരിശോധിച്ച സമയത്ത് ഇവർക്ക് മനസ്സിലായ കാര്യം, മതത്തെയും ആത്മീയതയെയും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത 73% കുറവായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് അറിയോ, മാതാപിതാക്കൾക്ക് ഓൾറെഡി ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ജനിതകപരമായി കൊണ്ട് തന്നെ മക്കളിലേക്കും ഡിപ്രഷൻ എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിൽ പോലും ആത്മീയതയും മതവിശ്വാസവും വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന, അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് 90%, എത്ര 90% ഡിപ്രഷൻ വരാനുള്ള സാധ്യത കുറവായിരുന്നു എന്നുള്ളതാണ്. അതായത് ജനിതകപരമായി കൊണ്ടുപോലും ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് അതിനൊരു കവചമായിക്കൊണ്ട്, രക്ഷാ കവചമായിക്കൊണ്ട് മതവിശ്വാസം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പഠനങ്ങളെക്കുറിച്ചൊക്കെ പല ആളുകളും ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും. സാധാരണ അവർ ചെയ്യാറുള്ള, ഒരു രാജ്യത്തിന്റെ മൊത്തം കണക്ക് നോക്കും. ഈ രാജ്യത്തിനകത്ത് എത്രത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു രാജ്യത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ടൊക്കെയാണ് അവർ, പ്രത്യേകിച്ച് ഒരു മതവിശ്വാസത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രാജ്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ കണക്കാക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശാസ്ത്രീയ പഠനങ്ങൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു രാജ്യത്തിന്റെ കണക്കനുസരിച്ച് കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ അകത്ത് വ്യത്യസ്ത മതവിശ്വാസികളായ ആളുകളുണ്ടാവും, അല്ലെ, വ്യത്യസ്ത മതമില്ലാത്തവരുണ്ടാവും, മതവിശ്വാസികളായ ആൾക്കാരുണ്ടാവും, മതം പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട ആളുകളും ഉൾക്കൊള്ളാത്ത ആളുകളുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുന്നത് വ്യക്തികളുടെ നേരിട്ടിട്ടുള്ള അവരുടെ മത പങ്കാളിത്താണ്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി ഒരു മുസ്ലിം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, മുസ്ലിമാണെന്ന് പറഞ്ഞു കിടക്കുക, പക്ഷെ അവന് ഇസ്ലാമിന്റെ വിശ്വാസപരമായിട്ടുള്ള ഒന്നും അവനിൽ കാണുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ മേലൊരു പഠനം നടത്തിക്കൊണ്ട് ഗുണമല്ല. മനസ്സിലായോ? നേരെ മറിച്ച് ഒരു മുസ്ലിമാണ്, വിശ്വാസിയാണ്, അവൻ പ്രോപ്പറായിട്ട് പള്ളിയിൽ പോകുന്നവനാണ്, ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പഠനത്തിൽ അവൻ ഉൾപ്പെടുത്തുന്നതിൽ കാര്യമുണ്ട്. ഇനി ഒരു ഹിന്ദു ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, അല്ലെ. പേരുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി, അയാൾ ഒരു മതവിശ്വാസിയായിട്ട് പറയുന്ന വ്യക്തിയാണ്, പക്ഷെ എത്ര പ്രാവശ്യം, ഒരു ആഴ്ചയിൽ എത്ര പ്രാവശ്യം ആള് ആരാധനാലയങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധം പുലർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നോക്കിക്കൊണ്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവലോകന പഠനം. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾ മുഴുവനും ഇത്തരത്തിൽ വെറുതെ റാൻഡമായിട്ട് കൊണ്ടുവരുന്നതല്ല, പകരം വ്യക്തിയുടെ കാര്യങ്ങൾ കൂടി നോക്കി അതിലേക്കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള പഠനങ്ങളാണെന്നർത്ഥം. ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു കമന്റ്, അതായത് ഇപ്പോൾ ഇത്രയും കാലത്തോളം നമ്മൾ നിരീശ്വരവാദികളെ നമ്മൾ വാച്ച് ചെയ്തിട്ടും നമ്മൾ അവരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അവർ എങ്ങനെയാണ് കമന്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന്. ശാസ്ത്രീയ പഠനങ്ങൾ പറയുമ്പോൾ അവർ സാധാരണ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളൊരു കമന്റ് എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ വീടിനടുത്ത് ഉസ്മാൻക്കുണ്ടല്ലോ, പോക്കരാക്കുണ്ടല്ലോ, ഇവർ ഭയങ്കര എപ്പോഴും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണല്ലോ, എന്തുകൊണ്ട് ആൾക്ക് ഡിപ്രഷൻ വന്നു, ആ പഠനം തെറ്റാണ് എന്നൊറ്റ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അപ്പം ശാസ്ത്രീയ പഠനങ്ങളായിട്ട് കാണുക, അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച്, പോക്കരാക്കാനെ കുറിച്ചോ ഉസ്മാൻ ഖാനെ കുറിച്ചിട്ടുള്ള കാര്യമില്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി അല്പം കൂടി ശാസ്ത്ര ബോധമുള്ളവരായിട്ട് മാറാൻ ശ്രമിക്കുക. ഈ മതവിശ്വാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഡിപ്രഷൻ കുറയും. മതവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജനിതകപരമായി കൊണ്ട് തന്നെ ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ആളുകളെ മതവിശ്വാസവും ആത്മീയതയും അവരതിന് തടയുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? കാരണം
ഏത് വിഷയത്തിനാണെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടാവും എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും ഒരു മെക്കാനിസം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ മെക്കാനിസം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയണമെങ്കിൽ മതവും ആത്മീയതയും മനുഷ്യന് ആപത്ഘട്ടങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു എന്നുള്ളത്. ഏത് പ്രയാസമേറിയ അവസ്ഥയിൽ പോലും ഒരു ശുഭാപ്തി വിശ്വാസം നൽകാൻ വേണ്ടിയിട്ട്, ഒരു ഹോപ്പ് നൽകാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചൊരു സന്തോഷം നമ്മൾ അറിയിക്കാൻ നമ്മളെ മതവിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവർ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഉയർന്ന സാമൂഹിക പിന്തുണ. അതായത് മതങ്ങളും ആത്മീയ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾക്കും കൂടിയ അളവിലുള്ള സാമൂഹിക പിന്തുണ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നിരന്തരം ആരാധനാലയങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നതും അല്ലെ, നിരന്തരം പള്ളിയിൽ പോകുന്നതും അതെല്ലാം നമ്മളുടെ സാമൂഹിക ബന്ധങ്ങൾ വളരെ വലിയ രീതിയിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് അടുത്തതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തതായിട്ട് മതവിശ്വാസികൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും എന്നുള്ളത്. ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവും. നമുക്കറിയാം മതവിശ്വാസം സംബന്ധിച്ചിടത്തോളം, ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, സമൂഹത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. സ്വാഭാവികമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ എന്ത് സംഭവിച്ചാലും അത് നന്മയാണെന്നുള്ളൊരു ചിന്ത, ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റായിട്ട് അവർ പറയുന്നത് മാനസിക ആരോഗ്യത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കുടുംബജീവിതത്തിലെ സംതൃപ്തി, കുറഞ്ഞ മദ്യപാന നിരക്ക്, പിന്നെ കൂടുതൽ പരോപകാരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, പരസ്പരം സഹായിക്കുന്ന വിഷയത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളെല്ലാം മതവിശ്വാസികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പെരുമാറ്റ രീതികൾ അത് മാനസികാരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വന്നു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും മതവിശ്വാസവും ആത്മീയതയും ആ ഒരു പങ്കാളിത്തവും ആ ഒരു പ്രവർത്തനമൊക്കെ അവരെ അത് പെട്ടെന്ന് ശമിപ്പിക്കാൻ, പെട്ടെന്ന് കുറക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമായിട്ട് പഠനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കോറിലേഷനെ കുറിച്ചാണ്. അതായത് മതവിശ്വാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഡിപ്രഷൻ കുറയും. അതേപോലെ തന്നെ മതരഹിതരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരിൽ കൂടുതലായിട്ട് ഡിപ്രഷൻ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടുന്നതിനനുസരിച്ച് മറ്റൊരു കാര്യം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിന്റെ കാരണമാണെന്ന് സാധാരണയായിട്ട് സയൻസ് വാദിക്കാറില്ല. ഇവിടെയാണ് കോറിലേഷനും കോസേഷനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതായത് ഇത് വെറും കോറിലേഷൻ അല്ല, കോസേഷനാണ് എന്ന് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് മതവിശ്വാസം അത് ഡിപ്രഷൻ കുറക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറ്റു പഠനങ്ങൾ കൂടി ആവശ്യമാണ്. അത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളും പിന്നീട് വന്നു എന്നുള്ളതാണ്. 2019 ബരാം ആൻഡ് കോയിങ് എന്ന 2 വ്യക്തികൾ നടത്തിയിട്ടുള്ള ദീർഘകാലം നീണ്ടു നിന്നിട്ടുള്ള 152 ഗവേഷണങ്ങൾ, അതേപോലെ തന്നെ 2025 വാൻഡർ വീലെ യുവാങ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര് നടത്തിയിട്ടുള്ള പഠനവും മത ആത്മീയ വിശ്വാസം കൃത്യമായി ഡിപ്രഷൻ കുറക്കാനുള്ള കാരണമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി. അതായത് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഴ്ചകളിൽ ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ഡിപ്രഷൻ സാധ്യത 33% കുറവാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ആത്മഹത്യ സാധ്യത 84% കുറവാണെന്ന് കൂടി കണ്ടെത്തി. ഈ പഠനങ്ങളെല്ലാം അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം ഇത് വെറും കോറിലേഷൻ മാത്രമല്ല, ഇത് കോസേഷൻ തന്നെയാണ്. കൃത്യമായിട്ട് മതം, ആത്മീയത അത് ഡിപ്രഷൻ കുറക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഒരു ജീവിതത്തിന്, നമ്മളെന്നൊരു മനുഷ്യനെന്ന ജീവിതത്തിന് രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പണിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, ഇങ്ങനെ ഒരു റുട്ടീൻ അനുസരിച്ച് കൊണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെന്ന മനുഷ്യ ജീവിതത്തിന് അല്ലേ, ആ ഒരു ജീവിതത്തിന് കൃത്യമായിട്ടുള്ള അർത്ഥവും ലക്ഷ്യവും നൽകാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നാൽ ശാസ്ത്രം പറയുന്നത് ഇത്തരത്തിൽ അർത്ഥവും ലക്ഷ്യവും ഉള്ള ആളുകൾക്ക് വ്യക്തമായി കൃത്യമായി കൊണ്ട് തന്നെ മാനസിക ആരോഗ്യനില മെച്ചപ്പെട്ട രീതിയിലാണ്. വിഷാദ രോഗത്തെ, ഡിപ്രഷനെ നേരിടാൻ കൂടുതൽ ശക്തിയുണ്ട് എന്നുള്ളതാണ്.
അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.